സ്നേഹമുള്ളവരെ, കത്തോലിക്ക സമുദായം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഒന്നാമത്തെ ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, ക്രിസ്തു മതത്തിന് സ്വന്തമായ സംസ്കാരമില്ല. ചെല്ലുന്ന ഇടങ്ങളിൽ എവിടെ ചെല്ലുന്നുവോ അവിടുത്തെ സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കലാണ് ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രക്രിയ. അപ്പോൾ ഇത് പലർക്കും ഇതൊരു സംശയമുണ്ടായി. കാരണം നിലവിലുള്ള സംസ്കാരത്തെ സ്വീകരിക്കാനാണോ കത്തോലിക്ക ക്രിസ്തു മതവിശ്വാസം പഠിപ്പിക്കുന്നത് എന്നാണ് ചിലരെന്നോട് ചോദിച്ചത്. അതിന് പ്രിയമുള്ളവരെ, സംസ്കാരത്തെക്കുറിച്ച് ഞാൻ അന്ന് നിർവചിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അതിൽ ചില ആരാധനാ രീതികളുണ്ട്, മൂല്യവ്യവസ്ഥയുണ്ട്, അതിന് ചില സാമൂഹിക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കഥ, കവിത, അനുഷ്ഠാന കലകൾ, പിന്നെ സാമൂഹിക ഘടന, അടുത്തതായിട്ടാണ് രാഷ്ട്രീയ ഘടന. അപ്പോൾ അതിൻ്റെ കോറ് കിടക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരവും ലോകത്തിൽ നിലനിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്കാരം സമ്പൂർണമാണ്. വേറെ ഒരു സംസ്കാരത്തിൻ്റെയും ഒരു സംഭാവനയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ RSS മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളോടും ഞാൻ പോസിറ്റീവാണ്. പക്ഷേ RSS മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്, ഹിന്ദു സംസ്കാരത്തിന് പുറത്തു നിന്ന് വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. അങ്ങനെ ലോകത്തിലെ ഒരു സംസ്കാരത്തിനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ്, അവകാശപ്പെടാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സംസ്കാരത്തിലും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ചിലത് പോസിറ്റീവാണ്, ചിലത് നെഗറ്റീവാണ്. ഞാൻ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു പോസിറ്റീവ്നെസ്സിനെ കാണിച്ചു തരാം. ആ പോസിറ്റീവായതിനെ വളർത്തുക, നെഗറ്റീവായതിനെ രൂപാന്തരപ്പെടുത്തുക, അങ്ങനെ സംസ്കാരത്തിന് വളരാനുള്ള ജീവൻ നൽകുക. അതാണ് ക്രിസ്തു മതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്തയുടെ മാർപ്പാപ്പ ഇറക്കിയ ഈ മിഷൻ സൺഡേ എന്ന് പറയുന്ന ദിവസം ഇറക്കിയ ലേഖനത്തിൽ പരിശുദ്ധപിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, മതം മാറ്റുക എന്നത് ക്രിസ്ത്യാനികളുടെ ലക്ഷ്യമല്ല, പക്ഷെ മതം മാറുക എന്നത് പൗരൻ്റെ അവകാശമാണ്. മതം മാറ്റുക എന്നത് ക്രിസ്ത്യാനികളുടെ അവകാശവുമല്ല, ക്രിസ്ത്യാനികളുടെ ലക്ഷ്യവുമല്ല. അത് ബലപ്രയോഗത്തിലൂടെ ആപ്പീസ്മെൻറ്റിലൂടെയോ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഇതിനു മുൻപ് ചിലപ്പോൾ മറിച്ചുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണെന്നാണ് ഇന്ന് സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട് എല്ലാ സംസ്കാരത്തിലും. ആ നെഗറ്റീവിനെ ഇല്ലാതാക്കുക, പോസിറ്റീവിനെ വികസിപ്പിച്ചെടുക്കുക. അതിലൂടെ സമൂഹത്തിൻ്റെ ഭരണഘടനയ്ക്കും ഭരണവ്യവസ്ഥയ്ക്കും മാറ്റമുണ്ടായി സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാക്കുക, പൊതുനന്മ വർദ്ധിക്കുക. ഇതാണ്. അപ്പം ചിലത് ഉപേക്ഷിക്കും. ക്രിസ്ത്യാനികൾ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ആ മൂല്യവ്യവസ്ഥ അത് ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്തകരെ പലപ്പോഴും, അല്ലെങ്കിൽ RSSനെ അന്ധമായിട്ട് എതിർക്കുന്നവരുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തിൽ എന്ത് നന്മയാണ് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ച് അടുത്തയുടെ രവിചന്ദ്രൻ എന്ന സ്വതന്ത്ര ചിന്തകൻ്റെ ഒരു അഭിപ്രായം കേട്ടു. അപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് മഹാഭാരതത്തിലെ ചില കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കഥ ഇതാണ്. ആ കഥ ഒരു മൂല്യവ്യവസ്ഥയെ എങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു പ്രബോധനപരമായ ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. കർണൻ പരശുരാമൻ്റെ അടുത്ത് ആയോധന വിദ്യ പഠിക്കാൻ ചെന്നു. അപ്പോൾ കർണനോട് പറഞ്ഞു, ബ്രാഹ്മണരെ മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ. പരശുരാമൻ്റെ അടുത്ത് ഒരു നുണ പറയാണ്, നുണ, ഞാൻ ബ്രാഹ്മണനാണെന്ന്. കർണൻ ക്ഷത്രിയനാണ്. വഴിയിൽ വെച്ച് പരശുരാമന് മനസ്സിലായി ഈ കർണൻ നുണയാണ് പറയുന്നതെന്ന്. അപ്പൊ കർണനെ ശപിച്ചു എന്നാണ് മഹാഭാരതം എഴുതുന്നത്. ശപിക്കുന്നത് ഇങ്ങനെയാണ്, നുണ പറഞ്ഞുകൊണ്ട് നീ നേടിയ ആയോധന വിദ്യ നിനക്ക്
നിർണായക സമയത്ത് പ്രയോജനപ്പെടുകയില്ല എന്നത് ശാപമാണെന്നാണ് അതിലെഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ശാപമാണെന്നല്ല പറയണേ, അതൊരു സനാതന സത്യമാണെന്നാണ്. സനാതനം മാത്രമല്ല, സാർവത്രിക സത്യമാണെന്നാണ്. അപ്പൊ ആ മൂല്യത്തിന്റെ പ്രസക്തി എന്താണ്? ആ മൂല്യം ഒരു കഥാരൂപത്തിലെ ഒരു ജനതയുടെ സാംസ്കാരിക ബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് മഹാഭാരതം ശ്രമിച്ചത്. 100% പറയുന്നു ആ ഒരു മൂല്യം ജനതയുടെ ഇടയിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കില്ലേ? അതിന്റെ കാരണം എന്താണ്? യഹൂദന്മാരുടെ ഗ്രന്ഥമായ തോറ പരിശോധിച്ചാൽ അതിൽ കാണാം, നീ കള്ളസാക്ഷ്യം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യത്തിന് പറയുന്ന പേരാണെന്നുള്ളതെന്ന്. അപ്പൊ കള്ളസാക്ഷ്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ചിലര് മഹാഭാരതത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തെന്ന്? ഭഗവാൻ ശ്രീകൃഷ്ണൻ കള്ളസാക്ഷ്യം പറയാനാണ് പഠിപ്പിച്ചതെന്ന്. അപ്പൊ നുണ പറയരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്ന് ബൈബിളിൽ എഴുതിയതിന്റെ അല്ലെങ്കിൽ തോറയിൽ എഴുതിയതിന്റെ അർത്ഥം പ്രായോഗിക ജീവിതത്തിലുണ്ട്. ആണ് മൂല്യം എങ്ങനെ ഭരണഘടനയെ തകർക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾ റോഡിലൂടെ ഇറങ്ങി നോക്കിയേ, കേരളത്തിലുള്ള എല്ലാ റോഡുകളും കുണ്ടും കുഴിയാണ്. അതായത് ഇപ്പൊ തൃശ്ശൂര് നിങ്ങൾ വന്നാല് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡ് കുണ്ടും കുഴിയാണ്, തൃശ്ശൂർ കുന്നംകുളം റോഡ് കുണ്ടും കുഴിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഇനി തൃശ്ശൂർ പട്ടണത്തിന്റെ 4 ഇതിലും കുണ്ടും കുഴികളാണ്. അപ്പൊ അതിന് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടോട് കൂടി നടത്തുന്ന പല സ്ഥലങ്ങളും നല്ല റോഡാണ്. ചില MLA-മാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ റോഡുകൾ നല്ല റോഡാണ്. അപ്പൊ ഈ കുണ്ടും കുഴിയുടെ കാരണം എന്താ? ഒറ്റടിക്ക് മന്ത്രിമാര് ന്യായീകരിക്കാൻ പറയാണ് മഴ കൂടുതലുള്ളതാണെന്ന്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് വാൽപ്പാറ. വാൽപ്പാറ റോട്ടിൽ നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് അതിരമ്പള്ളി വഴിക്ക് പോകുമ്പോൾ കേരളത്തിന്റെ അതിർത്തി കഴിയുന്ന വരെ കുണ്ടുകുഴിയുണ്ട്. കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറയിലേക്ക് ഒറ്റ കുണ്ടുകുഴിയില്ല റോട്ടില്. മഴ പെയ്യുന്നതാണ് കാരണമെങ്കിൽ വാൽപ്പാറയിലാണ് ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുഴി ഉണ്ടാവേണ്ടത്. എന്താ കുഴിയില്ലാത്തത്? അത് റോഡ് പണിയുമ്പോൾ സർക്കാർ ഓഫീസർമാര് കള്ളസാക്ഷ്യം നൽകുകയാണ്. ഇത്ര ശതമാനം മണലുണ്ട്, ഇത്ര ശതമാനം മെറ്റലുണ്ട്, ഇത്ര ശതമാനം ടാറുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന കടലാസ് ഉണ്ടെങ്കിലാണ് കോൺട്രാക്ടർക്ക് പണം കിട്ടുക. അപ്പൊ ഉദ്യോഗസ്ഥന്മാര് കള്ളസാക്ഷ്യം കൊടുത്താൽ, പോലീസുകാര് കള്ളസാക്ഷ്യം കൊടുത്താൽ, ജഡ്ജിമാര് കള്ളസാക്ഷ്യം കൊടുത്താൽ എങ്ങനെയാണ് ഒരു കേസ് വിധിക്കപ്പെടുക? പോലീസുകാരെ FIR എഴുതുമ്പോൾ തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അനീതി ചെയ്തവൻ ശിക്ഷിക്കപ്പെടില്ലേ? അപ്പൊ റോഡിൽ കുണ്ടുകുഴി ഉണ്ടാവുന്നത് തുടങ്ങി ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കുന്നത് വരെ ചെയ്യുന്നതിന്റെ കാരണം ശമ്പളം കൊടുത്തിരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് കള്ളസാക്ഷ്യം പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാക്ഷികൾ തന്നെ സാക്ഷിമൊഴി മാറ്റി പറയുന്നു, കള്ളമൊഴി കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് നുണ പറയരുത്, നീ കള്ളസാക്ഷ്യം നൽകരുത് എന്ന മൂല്യത്തിന് പ്രസക്തിയുണ്ട്. ആ മൂല്യം കൈമാറുന്ന രീതിയാണ് എന്ത്? എപ്പിക്സും പുരാണങ്ങളും. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയിലെ രാമായണവും മഹാഭാരതവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആയിരക്കണക്കിന് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ ബൈബിള് നിഷേധിക്കല്ല ചെയ്യണേ. ആ മൂല്യങ്ങളെ മുഴുവനും ജീവനുള്ളതാക്കി നിർത്താനും ഭരണഘടനയിൽ കൊണ്ടുവരാനാണ് സഭ പരിശ്രമിക്കുന്നത്. അപ്പൊ ക്രിസ്തു മതം ഒരു സംസ്കാരത്തില് നന്മകളെ കളയാൻ പറ്റില്ല. കാരണം നന്മ എവിടെയുണ്ടോ ആ നന്മ എന്ന് പറയുന്നത് ദൈവികമാണ്. അപ്പൊ ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് കിടക്കുന്ന സനാതന സാർവത്രിക മൂല്യങ്ങളെ ജീവൻ വെപ്പിച്ച് അത് നിയമവ്യവസ്ഥയ്ക്ക് മാറ്റി അതിനനുസരിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തു മതം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നന്മേനെ സ്വീകരിക്കുകയാണെന്ന്. ഈ പ്രക്രിയ ക്രിസ്തു മതം ആദ്യം രൂപപ്പെടുത്തിയ യൂറോപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഗ്രീക്കോ റോമൻ മതങ്ങളിലുള്ള എല്ലാ നന്മകളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് യൂറോപ്പിലെ ക്രിസ്തുമതം വളർന്നത്. ഞാൻ അടുത്ത കാലത്ത് വിജയദശമി ദിവസം RSSന്റെ ഒരു പ്രസംഗം അവരുടെ നേതാവ് നടത്തുകയുണ്ടായി. ആ പ്രഭാഷണം എനിക്ക് എൻ്റെ സുഹൃത്തായ ഒരു RSSകാരൻ അയച്ചു തന്നു. അപ്പോൾ അതിൽ പല കാര്യങ്ങളും അവർ പറയുന്നത് മനോഹരമാണ്. കാരണം ഇന്ത്യയിൽ ദളിതന്മാരെയും മറ്റുള്ളവരെയും തല്ലുപിടിപ്പിച്ചിട്ട്
ഇന്ത്യനെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. നക്സലൈറ്റുകളും അതുപോലെയുള്ള ആളുകളും ഇന്ത്യയിലെ സമാധാനം തകർക്കുന്നു. ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള 100% ശരിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിനെ വളർത്താതെ ഇന്ത്യ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആ പ്രഭാഷണം പരിശോധിച്ചാൽ കാണാം, ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസ രീതിയെ ബ്രിട്ടീഷ് രീതികൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. വ്യംഗ്യാർത്ഥത്തിൽ അതിൻ്റെ പിറകിൽ കിടക്കുന്നത് അവരുദ്ദേശിക്കുന്നത് ഇതാണ്: ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുന്നതെന്നാണ് അതിലൂടെ പരോക്ഷമായി പറയുന്നത്. ആ പറയുന്നതിൽ എനിക്കുള്ള വ്യക്തിപരമായ വിയോജിപ്പ് ഇതാണ്: ക്രിസ്ത്യൻ വിദ്യാഭ്യാസം രീതി എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ രീതി ഇല്ല. ക്രിസ്ത്യാനികളുടെ അത് ഞാൻ പറയുന്നതിനോട് ക്രിസ്ത്യാനികൾ തന്നെ വിയോജിപ്പിച്ചേക്കാം. വിദ്യാഭ്യാസ രീതി ഗ്രീക്കോ റോമൻ വിദ്യാഭ്യാസ രീതിയാണ്. ആ ഗ്രീക്കോ റോമൻ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയാണ്. ഒന്ന് പ്ലാറ്റോയുടെ അക്കാദമിയും, 2 അരിസ്റ്റോട്ടിലിൻ്റെ ലൈസിയവും. അപ്പോൾ ഈ രീതി അതേപടി കത്തോലിക്ക സഭ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ സ്വീകരിച്ചതിൽ ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് 100% അംഗീകരിക്കണം. പക്ഷേ ഈ സ്ഥാപനങ്ങൾ ഉണ്ടായാലല്ലേ ശരിയും തെറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു മതം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ രീതിയല്ല. ക്രിസ്തു മതം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്കോ റോമൻ വിദ്യാഭ്യാസ രീതിയെ സ്വന്തമാക്കിക്കൊണ്ട് ആ രീതിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ ഡോക്യുമെൻറ്റിൽ എന്നോട് ചേർന്ന് പറയാനുള്ളത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിലെ ചില കാര്യങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായി RSSൻ്റെ ഈ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്തെന്ന്? ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ തകർത്ത് കളഞ്ഞു. അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഇവിടുത്തെ ശരിയും ഇവിടെ ഒരു തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പൊതുവായ നിരീക്ഷണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് സംസ്കാരത്തെ സംബന്ധിച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയായാലും അതിൽ ചില പോസിറ്റീവ് ഉണ്ട്. ഗ്രീക്ക് വിദ്യാഭ്യാസ രീതിക്ക് ഒരു പോസിറ്റീവ് സൈഡുണ്ട്. കാത്തലിക് ചർച്ച് കൊണ്ടുവന്ന ആ രീതിക്ക് ഒരു പോസിറ്റീവ് ഉണ്ട്. അതിനോടൊപ്പം കാത്തലിക് ചർച്ച് കൊണ്ടുവന്നതിനൊരു നെഗറ്റീവ് ഉണ്ട്. ഇന്ത്യൻ രീതിയിലൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും കൂടുമ്പോഴാണ് കൊടുക്കൽ വാങ്ങൽ, അതിനെ വിളിക്കുക സിംബയോസിസ് എന്നാണ്. അതിലൂടെ മാത്രമേ സമൂഹം പുരോഗമിക്കുള്ളൂ. ഈ RSS ഇറക്കിയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. പരമാവധി ദേശീയ നമ്മുടെ ദേശത്തുണ്ടാക്കിയത് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള പ്രവൃത്തിയായിരുന്നു സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. അപ്പോൾ അത് വളരെ മനോഹരമായ ആശയമാണ്. സ്വദേശി വസ്തുക്കൾ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അതായിരുന്നു ഗാന്ധിജിയുടെ ആശയം എന്ന് മറക്കരുത്. മാത്രമല്ല ടാറ്റയെ പോലെയുള്ള മഹാരഥന്മാർ അക്കാര്യത്തിൽ നമുക്ക് ഒരു മാതൃകയായിരുന്നു. ഈ അവസരത്തിൽ സ്വദേശീയമായ ഉൽപ്പാദനം നടത്താൻ ജീവിതം ഒഴിഞ്ഞുവെച്ച അന്തരിച്ചുപോയ ടാറ്റയ്ക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.